ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം നിങ്ങളെല്ലാവരും ഒരു ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും 16-കാരി ആത്മഹത്യ ചെയ്തൊരു കാര്യം. അപ്പോൾ ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഈ കൊച്ചെഴുതിയ ലെറ്റർ എന്നും പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട്. അത് ഞാൻ ഇവിടെ സൈഡിൽ ഇവിടെ ആയിട്ട് വെക്കാം, നിങ്ങൾ വായിച്ച് നോക്ക്. എനിക്ക് ആ കുട്ടീൻ്റെ ഫേസ് വെക്കാൻ താല്പര്യമില്ല, എന്നാലും നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയൊരു വിലപ്പെട്ടൊരു കാര്യമാണ് നിങ്ങളുടെ ജീവൻ എന്ന് പറഞ്ഞ സാധനം. അത് മറ്റുള്ളവർക്ക് വേണ്ടി കളയാതെ ലൈക്ക് നല്ല കാര്യത്തിന് യൂസ് ചെയ്യുക. അല്ലാതെ ഇത് ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട ഒരു കൊറിയൻകാരന് വേണ്ടിയിട്ടാണ് ഈ കൊച്ചു ആത്മഹത്യ ചെയ്തത്. എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. അത് 2 വർഷമോ 3 വർഷമോ 10 വർഷത്തെ ഒന്നുമല്ല, ജസ്റ്റ് 2 വീക്ക്, അതായത് 2 ആഴ്ചത്തെ പരിചയം ഉള്ളൂ ഈ കുട്ടിക്ക് അയാളുമായിട്ട്. ആ കുട്ടി ജനിപ്പിച്ച അച്ഛനെയും അമ്മേനെയും മറന്നിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനം പോലും കൊടുക്കാതെയാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. ഇറ്റ്സ് വെരി ഷോക്ക്ഡ്. ഇപ്പോൾ ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി, ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നു, ഇല്ലെങ്കിൽ കൊലപാതകം, ഇല്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. അപ്പോൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കളോടുമാണ്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ പ്രവണത മാറ്റാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ. അത് പണ്ടത്തെ കാരണവന്മാർ പറയും, പണ്ടത്തെ പിള്ളേർക്ക് കുറച്ചെങ്കിലും സഹനശക്തി, ഇല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും പോളവില്ലേ എനിക്ക് ആത്മഹത്യ, അങ്ങനത്തെ ഒരു ധൈര്യമെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം കേട്ടാൽ മതി അപ്പം ആത്മഹത്യ ചെയ്യും. എന്താ പറയുക, ഫോണ് തന്നില്ല ആത്മഹത്യ ചെയ്യുക. എന്താ പറയുക, ഇപ്പം ഒരു ഉദാഹരണം പറയാം. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചെറിയ ചെക്കനുണ്ടായിരുന്നു. അവൻ കളിയെല്ലാം കഴിഞ്ഞ് വന്ന് വീട്ടിൽ കുളിക്കാനൊക്കെ പോയ സമയത്ത് നോക്കുമ്പോൾ ഇവൻ്റെ പക്ഷി പറന്നുപോയി. അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കൊച്ചുണ്ട്. അപ്പോൾ ചെറിയ റീസൺ മതി ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ആത്മഹത്യ ചെയ്യാനൊക്കെ. അപ്പം മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, ഇവർക്കുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാതെ ചുമ്മാ എന്താ പറയുക ഫോൺ കൊടുക്കുക, ഇതൊന്നുമല്ല. നിങ്ങളുടെ കുട്ടിയാണ്, അപ്പം നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ, അതുപോലെ കുട്ടികളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വളർച്ചയും നിങ്ങൾ വളർന്ന് വലുതായി അവരെ നോക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. ആ പ്രതീക്ഷ നിങ്ങൾ കളയാതിരിക്കുക. അപ്പം ദൈവത്തെ ഓർത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. ആത്മഹത്യ പ്രവണതയും അതുപോലെ തന്നെ കൊലപാതകം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് എത്രയേ പറയാനുള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്.